കലാപഭൂമിയായി ബംഗ്ലാദേശ്. പിന്നാലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജി പ്രഖ്യാപിച്ചു. സൈന്യം അധികാരമേറ്റെടുത്തതായും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീന തലസ്ഥാനമായ ധാക്കയിൽ നിന്നും സൈനിക ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥാനം തേടി ഇന്ത്യയിലേക്ക് വന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഹസീനയ്ക്കൊപ്പം അവരുടെ സഹോദരി ഷെയ്ഖ് രഹാനയും ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സൈന്യം ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് ബംഗ്ലാദേശ് ആർമി ചീഫ് ജനറൽ വഗേറൂസ് സമൻ അറിയിച്ചു. പ്രതിഷേധക്കാർ തെരുവുകളിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്നും പട്ടാള മേധാവി അറിയിച്ചിട്ടുണ്ട്. ജൂലൈ മാസം മുതൽ സർക്കാരിനെതിരെ തുടങ്ങിയിരിക്കുന്ന പ്രക്ഷോഭത്തിൽ ഇതുവരെ 300-ന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തലസ്ഥാനമായ ധാക്കയിൽ ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിലെല്ലാം സൈന്യം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് നിരോധനാജ്ഞ നിലവിൽ വന്നത്. അനിശ്ചിതകാലത്തേക്കുള്ള പ്രഖ്യാപനമാണ്. നേരത്തെ പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലെത്തി രാജി ആവശ്യം മുഴക്കിയിരുന്നു. സാഹചര്യങ്ങൾ നിയന്ത്രണാതീതമായി മാറിയ സാഹചര്യത്തിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത സൈന്യം പ്രധാനമന്ത്രിക്ക് 40 മിനിറ്റ് സമയം നൽകിക്കൊണ്ട് രാജി പ്രഖ്യാപിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിൻഗാമികൾക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം പുനഃസ്ഥാപിച്ചുകൊണ്ട് ജൂലൈ 5-ന് ബംഗ്ലാദേശ് ഹൈക്കോടതി വിധി വന്നതോടെയാണ് ബംഗ്ലാദേശ് തെരുവുകൾ പ്രക്ഷുബ്ധമായത്. 2018-ൽ നടന്ന വിദ്യാർത്ഥി അധ്യാപക പ്രക്ഷോഭത്തെ തുടർന്ന് റദ്ദാക്കിയ തീരുമാനമാണ് ഹൈക്കോടതി പുനഃസ്ഥാപിച്ചത്. പിന്നാലെ പ്രതിഷേധക്കാരെ റസാക്കർ എന്നാണ് പ്രധാനമന്ത്രി ആക്ഷേപിച്ചത്. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ പോരാട്ട കാലത്ത് ബംഗ്ലാ വിമോചന സേനയായ മുക്തി ബാഹിനിയെ അമർച്ച ചെയ്യാൻ പാകിസ്ഥാൻ രൂപീകരിച്ച അർദ്ധ സൈനിക സേനയായിരുന്നു റസാക്കർ. തങ്ങളെ രാജ്യദ്രോഹികളോട് ഉപമിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ആക്ഷേപമാണ് പ്രതിഷേധക്കാരെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ഇതോടെ രാജ്യത്തെ കലാപസമാനമായ സ്ഥിതിയിലേക്ക് തള്ളിവിടുന്നതിന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും കാരണമായി മാറുകയായിരുന്നു. വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ വിദ്യാർത്ഥികളല്ലെന്നും ക്രിമിനലുകളാണെന്നുമാണ് പ്രധാനമന്ത്രി ആരോപിച്ചത്. ഇത്തരം ആക്രമണങ്ങൾ ജനം കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്നും അവർ തങ്ങളുടെ ഉരുക്കുമുഷ്ടി കൊണ്ട് ആക്രമണങ്ങളെ നേരിടുമെന്നും പ്രധാനമന്ത്രി പ്രസ്താവന നടത്തി. ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിനു പിന്നിൽ പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും നിരോധിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുമാണെന്നാണ് ഭരണകക്ഷിയായ അവാമി ലീഗ് പാർട്ടി ആരോപിക്കുന്നത്. പ്രതിഷേധക്കാരെ അടിച്ചമർത്താനാണ് 76-കാരിയെ പ്രധാനമന്ത്രി ശ്രമിച്ചത്. അത് ഒടുവിൽ അവരുടെ വീഴ്ചയ്ക്കും കാരണമായി. 2009 മുതൽ അധികാരത്തിലിരിക്കുന്ന ഹസീന ഈ വർഷം നടന്ന തെരഞ്ഞെടുപ്പിലും വിജയിച്ച് 5-ാം ഊഴത്തിലും പ്രധാനമന്ത്രിയായിരുന്നു.